നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണ വിധേയമായി കോടതിയിൽ സമർപ്പിച്ച പാസ്പോർട്ട് തിരികെ വേണമെന്നാവശ്യപ്പെട്ട് നടൻ ദിലീപിന്റെ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുക. കേസിൽ കുറ്റമുക്തനായതിന് പിന്നാലെയാണ് ദിലീപിന്റെ പുതിയ നീക്കം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ദിലീപ് തന്റെ പാസ്പോർട്ട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സറണ്ടർ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദിലീപിനെ കുറ്റമുക്തനാക്കിയിരുന്നു. അതിന് തൊട്ടടുത്ത ദിവസമാണ് പാസ്പോർട്ട് തിരികെ വേണം എന്നാവശ്യപ്പെട്ട് ദിലീപ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ആ ശിക്ഷാവിധി വരുന്ന ദിവസം ഈ ഹർജി മുമ്പോട്ട് വന്നിരുന്നു. പക്ഷേ അത് 18-ാം തീയതിയിലേക്ക് പരിഗണിക്കാമെന്ന് പറഞ്ഞ് മാറ്റുകയായിരുന്നു. പ്രോസിക്യൂഷൻ ഒരുപക്ഷെ ദിലീപിന്റെ ഹർജി എതിർക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അപ്പീലടക്കം നൽകാൻ പോകുകയാണ്. ദിലീപിന്റെ കോൺസ്പിറസിയിൽ പങ്കുണ്ട് എന്ന കാര്യത്തിൽ തങ്ങൾക്കൊരു സംശയവുമില്ല. തങ്ങളത് ഹൈക്കോടതിയിൽ പ്രൂവ് ചെയ്യും എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ആ പശ്ചാത്തലത്തിൽ നിലവിൽ പാസ്പോർട്ട് നൽകരുത് എന്നൊരു നിലപാട് ഒരുപക്ഷെ പ്രോസിക്യൂഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ദിലീപ് ആകട്ടെ കുറ്റമുക്തനായ സാഹചര്യത്തിൽ തനിക്ക് വിദേശത്തേക്കടക്കം പോകണമെങ്കിൽ പാസ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. ആ ഘട്ടത്തിൽ അത് വിട്ടുകിട്ടണം എന്നുള്ളതാണ് ദിലീപിന്റെ ഒരു ആവശ്യം. നേരത്തെ ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് ദിലീപ് വിദേശത്ത് പോയിരുന്നത്. അതിനുശേഷം പാസ്പോർട്ട് സെഷൻസ് കോടതിയിൽ ഹാജരാക്കും. അങ്ങനെയാണ് പോയിരുന്നത്. ഇപ്പോൾ സ്ഥിരമായി പാസ്പോർട്ട് വേണമെന്നാണ് ദിലീപിന്റെ ആവശ്യം. അതിന് പരിഗണിക്കും. ഒപ്പം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള കോടതിയലക്ഷ്യ ഹർജികൾ, പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കെതിരെ അടക്കമുള്ള ഹർജികളും ഇന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് മുമ്പാകെ വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്ന് ഈ കേസുകൾ പരിഗണിക്കുമ്പോൾ ഉണ്ടാകുക. ഈ കേസിന്റെ അപ്പീൽ നൽകാനുള്ള നടപടികളും പുരോഗമിച്ചു വരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.